ദേ നമ്മുടെ കുട്ടി ജാക്കറ്റൊക്കെ ഇട്ട് ഇങ്ങനെ ഇരുന്ന് കൈയൊക്കെ കാണിച്ച് ഈ പോകുന്ന പോക്ക് എങ്ങോട്ടാണെന്ന് വല്ല പിടിയുണ്ടോ? അപ്പോൾ പറഞ്ഞു വരുന്നത് ഇന്നത്തെ യാത്രയെക്കുറിച്ചാണ്. നേരെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ഏറനാട് പിടിച്ച് എറണാകുളത്തിന് വിട്ടു. ഒന്ന് രണ്ട് കാര്യങ്ങൾ വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞുള്ള വരവിൽ നമ്മൾ പോകുന്നത് മറൈൻ ഡ്രൈവിലേക്കാണ്. തിരക്കൊഴിഞ്ഞ കൊച്ചി നഗരം നമുക്ക് അങ്ങനെ കാണാനൊന്നും സാധിക്കില്ല. കാരണം ഇവിടെ അങ്ങനാണ്. മറൈൻ ഡ്രൈവിൽ എത്തിക്കഴിഞ്ഞാൽ ദേ ഇതിന് മുകളിൽ കയറി എന്നൊരു ഫോട്ടോ എടുക്കാതെ പോകുന്നവരായി ആരും ഉണ്ടാകില്ല. അപ്പോൾ ആ പതിവ് നമ്മളും തെറ്റിച്ചില്ല. ഇവിടെ നിന്നൊരു പടമൊക്കെ എടുത്ത്. അപ്പോൾ നമ്മുടെ മറൈൻ ഡ്രൈവിൽ നിന്ന് ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ബോൾഗാട്ടി പാലസും ഫോർട്ട് കൊച്ചിയൊക്കെ കണ്ട് ഒന്ന് ചുറ്റിക്കറങ്ങി വരാം. പക്ഷേ ഇവരാദ്യം ചോദിക്കുന്ന റേറ്റ് ഒരുപാട് കൂടുതലായിരിക്കും. എങ്കിലും നമ്മുടെ ഈ ബോട്ടിലെ ചേട്ടൻ നമുക്ക് അഫോർഡബിളായ ഒരു റേറ്റിൽ നമ്മളെ 4 പേരെയും കൊണ്ട് ബോൾഗാട്ടി പാലസും ഫോർട്ട് കൊച്ചിയും പിന്നെ മൊത്തം ഒന്ന് ചുറ്റിക്കറക്കി നേരെ നമ്മളെ കരയ്ക്കെത്തിച്ച്. നമ്മുടെ ബോട്ടങ്ങനെ കരയിൽ നിന്ന് വിട്ടപ്പോഴത്തേക്ക് കരയ്ക്കാണോ ഭംഗി അതോ കടലിനാണോ ഭംഗി തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. അങ്ങനെ എല്ലാവരും പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിങ്ങനെ പോവുകയാണ്. കണ്ടല്ലോ, ഇത് കണ്ടാൽ ആരാ ഒന്ന് നോക്കിയിരിക്കാത്തത്? ഇതാണ് നമ്മുടെ ബോൾഗാട്ടി പാലസ്. അങ്ങനെ കടലിൻ്റെ ഓളങ്ങളെ കീറിമുറിച്ച് നമ്മുടെ ബോട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പാഞ്ഞടുത്തുകൊണ്ടിരിക്കുന്ന മറ്റു ബോട്ടുകളെയും നമുക്ക് കാണാം. അങ്ങനെ നമ്മുടെ ബോട്ട് ട്രാഫിക് ബ്ലോക്ക് ഒന്നുമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കിടക്കുന്ന മുട്ടനൊരു കപ്പൽ. ഈ കാണുന്നത് ഒരു കണ്ടെയ്നർ ഷിപ്പാണ്. പല രാജ്യങ്ങളിലേക്കുള്ള സാധനങ്ങൾ കയറ്റിക്കൊണ്ടു പോവുകയാണ്. അങ്ങനെ നമ്മൾ നേരത്തെ സുന്ദരിയാണെന്ന് പറഞ്ഞ പ്രകൃതി രൗദ്രഭാവത്തിലെത്തി മഴയായി പെയ്തു. അങ്ങനെ മഴ നനയാതിരിക്കാനായി നിരോധിക്കപ്പെട്ട പ്ലാസ്റ്റിക് കവർ തലയിൽ ചൂടിയതിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.